എവിടെയാണ് വാർഡ്? എവിടെയാണ്? അയ്യോ എന്തിനാ? എന്തോ വാർഡ് ആശുപത്രിയിലല്ലേ? അതേത് വാർഡ്? പ്രസവ വാർഡ്. അയ്യോ പ്രസവ വാർഡല്ല, അവിടുന്ന് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നു. നമ്മുടെ വാർഡ് ഏതാണ്? അയ്യോ നീ എന്തിനാണ് നടന്നു വന്നത്? ഞാൻ വണ്ടി വിടൂലായിരുന്നാ? വേണ്ട വേണ്ട, വണ്ടിയിലൊക്കെ കയറിപ്പോയി എല്ലാവരും അറിയും. എനിക്ക് അനസ്തേഷ്യ തരാൻ വേണ്ടിയിട്ട് ഡോക്ടർ ലോഡ് ചെയ്യാൻ വേണ്ടി സിറിഞ്ഞും കൊണ്ട് അകത്തോട്ട് പോയപ്പോഴത്തേക്ക് ആ ഗ്യാപ്പിന് ഞാൻ ചാടിപ്പോകുന്നതാണ്. എനിക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇത്ര കാലം കൊണ്ട് ഞാൻ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചാണ്. ഒരു വോട്ടിൻ്റെ പേരിൽ എങ്ങാനും തോറ്റുപോയാൽ പിന്നെ അത് എൻ്റെ തലയിലിരിക്കും. അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്തേ പറ്റുള്ളൂ. ഇല്ല കുഴപ്പമില്ല, വോട്ട് ചെയ്ത് തീരണവരെ ഞാൻ പിടിച്ചിരിക്കും. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബൂത്തിലേക്ക് പോയാലോ? പോകാം പോകാം. ഞാൻ എന്റെ പാർട്ടിയോട് ഞാൻ മൈൻഡില്ല. ഇത് പാർട്ടി പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇരിക്കണം. പാർട്ടിക്ക് വേണ്ടി കണ്ടില്ലേ മരിക്കാൻ വരുന്ന തയ്യാറാണ്. ഇപ്പൊ എന്റെ ഈ പ്രസംഗമില്ലേ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണു പോകും. ആര് വീഴും? നീ വീഴുവോ അതോ അവര് വീഴുവോ? അതല്ല, നമ്മള് ആ പാർട്ടിയിലേക്ക് പോകും. അങ്ങോട്ട് അതുപോലത്തെ തീപ്പൊരി പ്രസംഗമാണ്. 3 വർഷമായിട്ട് ഭർത്താവ് ഗൾഫിലാണല്ല. 3 വർഷമായിട്ട് ഭർത്താവ് ഗൾഫിലാണ്. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ഇവര് ഇടയ്ക്ക് ഒന്ന് വിസിറ്റിംഗ് വിസൊക്കെ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയി. അത് പറ. അപ്പൊ അവൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തതല്ല, ചെന്ന് മേടിച്ചതാണ്. കണക്കായി പോയി. മറ്റേ പുള്ളി തന്നെ ഉണ്ട്. പോയില്ലേ? പോയില്ല. പിന്നെ പോയില്ലേ? നിന്ന് കാല് കഴിച്ച് 5 മിനിറ്റ് ഇരുന്നു. അമ്മേ, നമ്മുടെ കമലാക്ഷി വന്ന് വോട്ട് ചെയ്താന്നൊന്ന് നോക്കി. ഏത് കമലാക്ഷി? കമലാക്ഷി ലിസ്റ്റ് നോക്കട്ടെ. പറഞ്ഞ ഏത് കമലാക്ഷി? കമലാക്ഷി വാർഡ് എത്ര? വാർഡ് 18, തളത്തിപ്പറമ്പിൽ കമലാക്ഷി രാഘവൻ. 18-ാം വാർഡ് കമലാക്ഷി രാഘവൻ. ചെയ്തു പോയി. നോക്കട്ടെ. 18-ാം വാർഡിലെ ആരാണ്? കമലാക്ഷി രാഘവൻ. കമലാക്ഷി ചെയ്തല്ലേ? അത് ചെയ്തു പോയി. ആണോ? പിന്നെ അപ്പൊ എത്ര മണിക്കാണോ വോട്ട് ചെയ്തത്? അത് ഏകദേശം ഒരു 8-8:30 ആയി കാണും. 7:30. 7:30 ചെയ്ത് പോയി. പല്ലു വലുത് തേച്ചിട്ടുണ്ടായില്ല. അല്ല, അപ്പൊ 1 മണിക്കൂർ ഞാൻ ലേറ്റായി പോയി. 1 മണിക്കൂർ മുമ്പേ വന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് കണ്ണു നിറയെ കാണായിരുന്നു. ആണോ? നിങ്ങൾ ആരാ മനസ്സിലായില്ല? കമലാക്ഷിയുടെ ഭർത്താവാണ്. ആണോ? നിങ്ങൾ ഒരുമിച്ചല്ലേ താമസിക്കണം? വൈകുന്നേരം വീട്ടിൽ വരുമ്പോ കാണാമല്ലോ. അല്ല, അവള് മരിച്ചിട്ട് എത്രയോ വർഷമായി. പക്ഷെ എല്ലാ കൊല്ലവും ഞാനറിയാതെ അവൾ വോട്ട് ചെയ്തിട്ട് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ കമലാക്ഷി അല്ല, കമലാക്ഷി ഏതായാലും ഒരു കാര്യം ചെയ്യും. ഇനിയിപ്പോ അടുത്ത തവണ വോട്ട് ചെയ്യാൻ നേരത്ത് ഞാനൊരു എത്ര മണിക്കാ വോട്ട് തുടങ്ങണത്? പിന്നെ ഒരു 6:30 ആകുമ്പോ വോട്ട് തുടങ്ങും. അപ്പൊ ഞാനൊരു 6 മണിക്ക് വരാം. സമയം പറഞ്ഞിട്ട് പോയാൽ അതിന് മുമ്പ് പോയി ചെയ്തിട്ട് പോകും. സമയം പറയണ്ട. ആണോ? സമയം സൂചിപ്പിച്ച കമലാക്ഷി അറിയാനൊക്കെ വോട്ട് ചെയ്തിട്ടു. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി വന്ന ഇതോ ഞങ്ങൾക്ക് 2 പേർക്ക് പോകാനുള്ള വണ്ടി വരൂല. ഞങ്ങൾക്ക് പോണം. പോക്കോ? അല്ല, അവര് ഞങ്ങളെ കൊണ്ടുവന്നാണ് വീട്ടില്. ആര്? ഇവരും എന്നെ വണ്ടിന്ന് ഞങ്ങൾക്ക് വയ്യാതിരുന്നിട്ട് ഞങ്ങളെ വണ്ടിക്ക് കൊണ്ടുവന്ന ആ 2 പിള്ളേര് കാണാനില്ല. ഞാൻ നോക്കി കണ്ടില്ല. അപ്പൊ വണ്ടി ഇല്ല. അപ്പൊ പിള്ളേരാ ഇല്ല. അപ്പൊ ഞങ്ങൾ എങ്ങനെ പോകും? എങ്ങനെയെങ്കിലും പോക്കോ. എത്ര വയസ്സായി? എനിക്ക് 72 കുംഭം വരുമ്പോ, ഇവര് 71. ഇത്രയൊക്കെ വയസ്സായിട്ടും ഇത്രയൊക്കെ തവണ നിങ്ങൾ വോട്ട് ചെയ്തിട്ടും ഞങ്ങൾ രാഷ്ട്രീയക്കാരുടെ സ്വഭാവം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? കഷ്ടം.